ഉക്രൈൻ്റെ 250ഓളം ഡ്രോണുകൾ അതിശക്തമായ ആക്രമണമാണ് റഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. മോസ്കോക്ക് തൊട്ടടുത്ത് വരെ ഉക്രൈൻ്റെ ഈ ഡ്രോണുകൾ എത്തി. ഇതേ തുടർന്ന് റഷ്യയുടെ വ്യോമഗതാഗതം പല തവണകളിലായി മുടങ്ങിയിരിക്കുകയാണ്. 144 വിമാനങ്ങൾ ഷെഡ്യൂളുകൾ ഒഴിവാക്കിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തിന് ശേഷം ഉക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. എന്നാൽ ഈ ആക്രമണം നടത്തി പൊടുന്നനെ തന്നെ ഇതിന് കനത്ത മറുപടി തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഉക്രൈനിലുടനീളം വലിയ തോതിലുള്ള ഡ്രോൺ ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ വർഷിച്ചത്. തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ തന്നെയാണ് റഷ്യ ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ തലസ്ഥാനത്ത് ആർക്കും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒന്നിന് പിറകെ ഒന്നൊന്നായി പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഉഗ്ര ശബ്ദത്തോടെയാണ് ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നത് എന്നാണ് ഉക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമീപകാലത്ത് റഷ്യ നടത്തിയ വലിയ ആക്രമണമാണ് ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഉക്രൈനിലെ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമണത്തിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ ഷഹീദ് ഡ്രോണുകളാണ് വൻ അപകടങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് ഉക്രൈന്റെ വിലയിരുത്തൽ. കീവിലെ സോളോമ്യാൻസ്കി, ഒബോലോൺസ്കി ജില്ലകളിലെ വെയർഹൗസുകളും മറ്റും വലിയ തീപിടുത്തം ഉണ്ടായി എന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് റഷ്യൻ ഡ്രോണുകളെ തടയാൻ കഴിഞ്ഞില്ല എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഉക്രൈനിൻ്റെ വ്യോമസേനയുടെ കണക്കനുസരിച്ച് 450ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ് റഷ്യ ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 426 ഷാഹേദ് ഡ്രോണുകളും ഡെക്കോയിഡുകളും 5 KH-47M2 കിസാൻ ഹൈപ്പർസോണിക് മിസൈലുകളും 14 KH-101 ക്രൂയിസ് മിസൈലുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കരിങ്കടലിൽ നിന്നുള്ള 4 കാലിബർ ക്രൂയിസ് മിസൈലുകൾ, ഒരു ഇൻസ്കാർഡർ K മിസൈൽ എന്നിവയും ഇവയിൽ ഉൾപ്പെടും എന്നാണ് ഉക്രൈൻ പറയുന്നത്. റഷ്യൻ പ്രദേശവും കരിങ്കടലും ഉൾപ്പെടെ ഒന്നിലധികം ദിശകളിൽ നിന്നാണ് വിക്ഷേപണങ്ങൾ നടത്തിയിരിക്കുന്നത്. കിഴക്കൻ പടിഞ്ഞാറൻ ഉക്രൈനിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാർക്കീവ്, കേവ്സ്കി ജില്ലകളിലെ ജനവാസ കെട്ടിടത്തിന് സമീപം ഉൾപ്പെടെ 12 ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മേയർ ഇഹോർ തെരോഖോവും വ്യക്തമാക്കി. റോഡുകൾ, ട്രാം ലൈനുകൾ, ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവയ്ക്ക് വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവാനോ ഫ്രാങ്കിവ്സ്ക് മേഖലയിൽ നഗരത്തിന് പുറത്തുള്ള ഗ്രാമങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും നിരന്തരമായി വീഴുന്ന ശബ്ദമുണ്ടായി എന്നും പറയപ്പെട്ടു. 2022 റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം മേഖലയിലേക്ക് ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നത് എന്നാണ് മേയർ റുസ്ലാൻ മാർട്ടീവ്കിക് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കിഴക്കൻ അതിർത്തിക്കടുത്തുള്ള റഷ്യൻ മിസൈൽ പ്രവർത്തനത്തിന് മറുപടിയായി പോളണ്ടിന്റെ സായുധ സേന ജാഗ്രത പുലർത്തുന്ന പോരാളികളെ തുരത്തുകയും വ്യോമ പ്രതിരോധ സന്നദ്ധത വർദ്ധിപ്പിക്കുകയും ചെയ്തതായും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റഷ്യൻ ആക്രമണങ്ങൾ കനത്തതോടെ പോളണ്ട് അവരുടെ സൈന്യത്തിന് യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾക്ക് സജ്ജമാകാൻ നിർദ്ദേശം നൽകി എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. പോളണ്ടിൻ്റെ യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ ആക്രമണങ്ങൾ തടുക്കാൻ തയ്യാറായിരുന്നതായുമുള്ള റിപ്പോർട്ടുകളുണ്ട്. ഉക്രൈൻ വലിയ തരത്തിലുള്ള ആക്രമണമായിരുന്നു റഷ്യക്ക് നേരെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. റഷ്യയുടെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇതിന് മറുപടിയായാണ് റഷ്യ കനത്ത ആക്രമണം തന്നെ ഉക്രൈന് നേരെ നടത്തുന്നത്. അതേസമയം റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്ളാഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുടിനും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നു. എന്നാൽ റഷ്യൻ നിബന്ധനകൾ ഉൾക്കൊള്ളാൻ ഒരിക്കലും ഉക്രൈന് സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ ചർച്ചകൾ നടക്കില്ല എന്നതും വ്യക്തമാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.